ഹായ്, വെൽക്കം ടു SIP. അപ്പം നമുക്ക് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്ത് എങ്ങനെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാമെന്നും എങ്ങനെ മന്ത്ലി ഒരു വരുമാനം ഉണ്ടാക്കാം, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ പ്രോജക്റ്റ് എങ്ങനെ നിങ്ങൾക്ക് അപ്രീസിയേഷൻ കൂടി അത് സെയിൽ ചെയ്യാം, ഇങ്ങനെയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. നമ്മുടെ ഈ പ്രോജക്റ്റിൽ ജിമ്മ്, യോഗ, കളരി അങ്ങനെ തുടങ്ങി നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള എല്ലാ ആയോധനകളും ഉൾപ്പെടുത്തണം. അതുകൂടാതെ യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ സർവീസും ഉൾപ്പെടുത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ബിഗ് പ്രൊജക്റ്റാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഇൻ്റർനാഷണലും ഒക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിനേഴ്സൊക്കെ ആവശ്യമുണ്ട്. സോ അവർക്ക് സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവണം. സോ നമ്മൾ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് പോകുമ്പം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നീട് ഞാൻ ഈ പറയുന്നത് കൂടാതെ നിങ്ങൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മാർഷൽ ആർട്സും പല ആക്ടിവിറ്റീസും നമുക്ക് ഈ പ്രോജക്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ വിശദമായ റിസർച്ച് നടത്തി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ പ്രോജക്റ്റിൽ കൊണ്ടുവരാമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ബഡ്ജറ്റോടെ പ്ലാൻ ചെയ്തിട്ട് വേണം ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി. അതിൽ തന്നെ പ്രധാനമായും നമുക്ക് ഒരേക്കറിലധികം സ്ഥലമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോജക്റ്റ് വളരെ നന്നായിട്ട് റൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് വേണ്ടത് ഇൻഫ്രാസ്ട്രക്ചറാണ്. അത് നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ ട്രഡീഷനും അനുസരിച്ച് വേണം നിങ്ങളത് കൺസ്ട്രക്ട് ചെയ്യാൻ. അതിലുപയോഗിക്കുന്ന ഷീറ്റും മറ്റും പച്ച കളറാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ പ്രോപ്പർട്ടി നല്ല പച്ചപ്പും ഹരിതാഭയും മസ്റ്റായിട്ടുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഇന്ന് റെഡിമെയ്ഡായിട്ട്, അതായത് വലിയ പ്ലാന്റുകൾ നമുക്ക് വാങ്ങിച്ച് പ്ലാന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇന്നുണ്ട്. നിങ്ങൾ നല്ലൊരു ലാൻഡ്സ്കേപ്പറെ സമീപിക്കുകയാണെങ്കിൽ അവരതെല്ലാം ചെയ്തു തരുന്നതാണ്. അതുപോലെ ഫ്ലോറിങ്ങും മറ്റും നല്ല ആംബിയൻസ് കിട്ടുന്നതിന് വേണ്ടി നാച്ചുറൽ സ്റ്റോൺസോ ആ രീതിയിൽ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഫ്ലോർ ചെയ്ത് അത് മനോഹരമാക്കുക. അതുപോലെ നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ചേഞ്ചിങ് റൂംസ് ഇതൊക്കെ സഫീഷ്യൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്തതായി നമുക്ക് വേണ്ടത് സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ പുറത്തുനിന്നുള്ള പലതരത്തിലുള്ള ആയോധന കലകൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടാവും. പിന്നീട് നമ്മൾ കളരി പോലുള്ള നമ്മുടെ തനത് കലകളും അഭ്യസിക്കുന്നതിന് വേണ്ടി പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഫെസിലിറ്റി, അതായത് സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റി വളരെ മസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കോട്ടേജ് പോലോ ഫ്ലാറ്റ് പോലോ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ലഭ്യത അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ളിൽ തന്നെ ആൾക്കാർക്ക് ജോഗ് ചെയ്യുന്നതിനും റൺ ചെയ്യുന്നതിനുമായിട്ട് നല്ലൊരു റബ്ബറൈസ്ഡ് പാത്ത് വേ സെറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതുപോലെ നമ്മുടെ ഇതിൻ്റെ കോമ്പൗണ്ട് വാൾ മസ്റ്റായിട്ടും നല്ല സേഫ് ഉണ്ടായിരിക്കണം. സോ നമുക്കത് ബ്രിക്ക് വെച്ചിട്ട് അത് ചെയ്യുക. പക്ഷേ അതിന് അകവശം, അതായത് നമ്മുടെ കോമ്പൗണ്ട് ഇൻസൈഡ് നമ്മൾ ബാമ്പു യൂസ് ചെയ്ത് നമുക്ക് വളരെ മനോഹരമായിട്ട് ചെയ്യാം. സോ നമുക്ക് അകത്ത് നോക്കുമ്പോൾ വളരെ നല്ലൊരു നാച്ചുറൽ ഫീലും ഒരു തണുപ്പും നമ്മുടെ ഒരു ട്രഡീഷനിലൊക്കെ വളരെയധികം അതിൽ ഫീൽ ചെയ്യുന്നതാണ്. അതുപോലെ ഈ പ്രോജക്റ്റിൽ നിങ്ങൾ സോളാർ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്ന ഭീമമായ ഒരു തുക നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ആണ്. അത് പ്രധാനമായും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ളതും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ഇതിലെ ക്രൂ ആണ്. ഡോക്ടർ, ഇൻസ്ട്രക്ടർ, ഷെഫ്, ക്ലീനേഴ്സ് അങ്ങനെ തുടങ്ങി ഒരു വലിയ ടീം തന്നെ ഇതിൻ്റെ ബാക്കിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോജക്റ്റ് വളരെ നന്നായിട്ട് റൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നല്ലൊരു കിച്ചൺ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. കാരണം പല ആളുകൾക്കും ഇവിടെ സ്റ്റേ ചെയ്ത് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടും അല്ലെങ്കിൽ ഇപ്പം വെയിറ്റ് ഗെയിൻ ചെയ്യേണ്ടി അല്ലെങ്കിൽ കുറയ്ക്കേണ്ടി വരിക, അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് വരുന്നത്. സോ ഇങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതുപോലെ നമ്മുടെ പ്രോജക്റ്റിലേക്ക് സ്പായും ആയുർവേദ മസാജ് സെൻറ്ററും ഒക്കെ ഉൾപ്പെടുത്തി നിങ്ങൾ ഇവിടുത്തെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന പല കമ്പനികളുണ്ട്. അവരുമായിട്ട് ടൈപ്പ് വെച്ചാൽ നിങ്ങൾക്ക് ഫോറിനേഴ്സിനെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന നമ്മുടെ കൾച്ചറും നമ്മുടെ ഇവിടെ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുള്ള ഒരു എക്സ്പീരിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു വരുമാനം നിങ്ങൾക്ക് അതിൽ കൂടി ഏൺ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത് മാർക്കറ്റ് ചെയ്യുന്നതിനുള്ള എളുപ്പ വഴി, നിങ്ങൾ ഏതെങ്കിലും 1-2 സെലിബ്രിറ്റികൾക്ക് അവരുടെ വണ്ണം കുറയ്ക്കുന്നതിനോ കൂട്ടുന്നതിനോ വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങളുടെ ഈ കമ്പനിയിൽ അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിൽ കൊണ്ടുവന്ന് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരുടെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്തിട്ടാൽ തന്നെ ഏറ്റവും നല്ലൊരു മാർക്കറ്റിംഗ് ആയിരിക്കും. അതുകൂടാതെ നിങ്ങൾക്കറിയാം, ഇന്ന് പല ഫേമസ് കമ്പനികളും അവരുടെ ചാനലുകൾ അല്ലെങ്കിൽ അവരുടെ പേജുകൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെ വെച്ചിട്ട് കൊളാബ് ചെയ്താണ് ഏറ്റവും അധികം റീച്ച് എത്തിക്കുന്നത്. സോ നിങ്ങൾക്ക് ആ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് നിങ്ങളുടെ പ്രസൻസ് അറിയിക്കാൻ മാരത്തോൺ പോലുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിൻ്റെ പ്രോജക്റ്റുകൾ നടക്കുമ്പോൾ നിങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്ത് നിങ്ങളുടെ പ്രസൻസ് അറിയിക്കുക. അടുത്ത ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ടൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇവിടെ വരുന്ന ക്ലയൻസിൻ്റെ ടെസ്റ്റിമോണിയൽസ് ആണ്. അപ്പം അവർക്ക് ഏറ്റവും നല്ല സർവീസും ഏറ്റവും നല്ല ട്രെയിനിങ് കൊടുത്ത് അവരെ കൊണ്ട് തന്നെ നിങ്ങളുടെ സ്ഥാപനത്തെപ്പറ്റി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പും പിന്നെ നമ്മുടെ പോഡ്കാസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ ടെസ്റ്റിമോണിയൽസും അവരുടെ ഫീഡ്ബാക്കൊക്കെ ഷെയർ ചെയ്യുക. നമ്മളെപ്പോഴും ലൈവായിരിക്കുക. നമ്മൾ വളരെ ജെന്യുവൻ ആണെന്നും നമ്മളുടെ സർവീസ് എല്ലാം 100% പെർഫെക്റ്റ് ആണെന്നും ഉറപ്പാക്കാനൊക്കെ ഇത് വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. സോ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നല്ല സർവീസും
നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ടീമിനെ നിങ്ങളവിടെ അപ്പോയിൻറ്റ് ചെയ്യുക. പിന്നീട് ഇത് തുടക്കത്തിൽ മാത്രം ചെയ്താൽ പോരാ, ത്രൂ ഔട്ട് ഈ സർവീസും ഈ കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് തന്നെ പോവുക. അങ്ങനെ നിങ്ങൾ ഈ പ്രോജക്റ്റ് വളരെ വിജയകരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ കൺസ്ട്രക്ഷനിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഓരോ ഇപ്പോൾ മാർഷൽ ആർട്സിന് ഇപ്പോൾ കളരിക്കാണെങ്കിൽ അതിന് ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുമ്പം അതിന് ആപ്റ്റായിട്ട് വേണം ചെയ്യാൻ. അതുപോലെ കരോട്ടയ്ക്കാണെങ്കിൽ അതനുസരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറും അല്ലെങ്കിൽ അതിൻ്റെ വോളിലൊക്കെ അതിനനുസരിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും കോഡ്സൊക്കെ കൊടുത്താൽ വളരെ മനോഹരമായിരിക്കാനും ആൾക്കാർക്ക് ഇൻട്രസ്റ്റിങ്ങും ആയിരിക്കും. സോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രോജക്റ്റിനെ പറ്റി വിശദമായൊരു സ്റ്റഡി നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടും. ഇതിനെപ്പറ്റി അധികം സ്റ്റഡിയൊന്നും നടത്താതെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടമുണ്ടായാൽ എന്നെ പിന്നീട് കുറ്റം പറയാനുള്ള അവസ്ഥയുണ്ടാവരുത്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഒരിക്കലും നിൽക്കുന്നില്ല. ഇൻ ഫ്യൂച്ചറും ആളുകളെല്ലാം വളരെ കോൺഷ്യസ് ആയിരിക്കും അവരുടെ ഹെൽത്തിനെ പറ്റി. അപ്പോൾ നിങ്ങളുടെ ക്വാളിറ്റി സർവീസും നിങ്ങളുടെ ഇവിടെ നടക്കുന്ന ട്രാൻസ്ഫോർമേഷനൊക്കെ ആൾക്കാർ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളൊരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങളെ തേടിയെത്തും. നിങ്ങൾക്ക് പല സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ പുറത്ത് തന്നെ ഈ സ്ഥാപനങ്ങൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് റൺ ചെയ്യാനും അങ്ങനെ ഒരു വലിയ ബ്രാൻഡായി മാറാനും നിങ്ങൾക്ക് സാധിക്കും. സോ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഏറ്റവും നല്ല സർവീസും നല്ലൊരു കസ്റ്റമർ ഫ്രണ്ട്ലി ടീമിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്ത്, അതായത് തുടക്കത്തിൽ മാത്രം പോരാ, ഇത് ത്രൂ ഔട്ട് ഈ കാര്യങ്ങളൊക്കെ നിലനിർത്തണം. അതായത് ഈ സർവീസും ക്വാളിറ്റി എല്ലാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് വളരെ സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്ത് നല്ലൊരു പ്രോഫിറ്റ് കൂടി ഏൺ ചെയ്യാൻ സാധിക്കും. സോ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയി ഞാൻ ഇവിടെ വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. അനീഷ് തുളസീധർ.